പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ ദൈവവും രക്ഷകനും കർത്താവുമായവനെ, ഞാൻ അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ ആരാധിക്കുന്നു. കർത്താവ്, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ ഒരു നിമിഷം, കർത്താവ്, അങ്ങയുടെ വലിയ കരുണയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയം, അവിടുത്തെ ആ വലിയ കാരുണ്യം അങ്ങ് എനിക്ക് വെളിപ്പെടുത്തി തരുന്ന ഈ കരുണയുടെ മണിക്കൂറിൽ കർത്താവെ, എൻ്റെ ഹൃദയത്തെ അങ്ങ് തൊടണമേ. അങ്ങയുടെ മുൻപിലായിരിക്കുന്ന ഓരോ നിമിഷവും കർത്താവെ, എൻ്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നു. അങ്ങ് എനിക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ തിരിച്ചറിയുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. കർത്താവെ, സർവസൃഷ്ടജാലങ്ങളോടും ചേർന്ന് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ നാളിതുവരെയുള്ള ഓരോ ദിനങ്ങളിലും ഓരോ നിമിഷങ്ങളിലും എന്നെ സ്നേഹിച്ചതിനെ ഓർത്ത്, എന്നെ കരം പിടിച്ചതിനെ ഓർത്ത്, എൻ്റെ വഴി നടത്തിയതിനെ ഓർത്ത് ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങേ ദിവ്യ സ്നേഹം കൊണ്ട് കർത്താവെ എന്നെ പൊതിയണമേ. അങ്ങേ കരബലത്തിൽ എന്നെ താങ്ങണമേ. അവിടുത്തെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ വന്ന് കർത്താവെ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ച ആ ഒരു യുവാവിനോട് കർത്താവ് അങ്ങ് പറഞ്ഞില്ലേ, എല്ലാറ്റിലും ഉപരിയായി നീ ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഒരു കാര്യം പോലും എനിക്കും എൻ്റെ ദൈവത്തിൻ്റെ ഇടയിലും വന്നുകൂടാ. ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റുന്നതിനെ ഒന്നിനും ഞാൻ മുറുകെ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. കർത്താവെ, എല്ലാവരേക്കാളും എല്ലാറ്റിലും ഉപരിയായി നിന്നെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ശിരസ്സ് നമിച്ച് അങ്ങേ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ മണിക്കൂറിൽ ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന നിമിഷം നമുക്ക് മറ്റെല്ലാ ചിന്തകളെയും മാറ്റിവെക്കാം. ഒരുപക്ഷെ നിങ്ങൾ വീട്ടിലായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, യാത്ര ചെയ്യുന്ന സമയമായിരിക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും ഈ ഒരു നിമിഷം നമ്മുടെ എല്ലാ ആകുലതകളെയും അസ്വസ്ഥതകളെയും നമ്മുടെ എല്ലാ ടെൻഷൻ, സ്ട്രെസ്, ആൻസൈറ്റി എല്ലാം മാറ്റിവെച്ച് ഈശോയുടെ കൂടെ ആയിരിക്കും. കാരണം ഇതിനെല്ലാത്തിൻ്റെ മീതെ അധികാരമുള്ളവനാണ് എൻ്റെ കർത്താവ്. ശിഷ്യന്മാരുടെ മീതെ, ആ കടലിന് മീതെ നടന്ന് കർത്താവ് ചെല്ലുമ്പോൾ കാറ്റിനെയും കടലിനെയും കർത്താവ് ശാന്തമാക്കിയപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം എന്താ? എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് എനിക്ക് തരുന്ന ബോധ്യം എന്താ? നിൻ്റെ ജീവിതത്തിൽ ഉയരുന്ന തിരമാലകളെക്കാളും ഉലയുന്ന വഞ്ചിയേക്കാളും ഒക്കെ നിന്നെ താങ്ങുവാനും മറുകരയെത്തിക്കുവാനും നിൻ്റെ കർത്താവിന് സാധിക്കും. പലപ്പോഴും നമ്മൾ എപ്പോഴും നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമതകളിലേക്കും സങ്കടങ്ങളിലേക്കും വേദനകളിലേക്കുമൊക്കെ. ഇതിനെ ഞാൻ എന്തു ചെയ്യും? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് എങ്ങനെ ഇതിനെ അതിജീവിക്കാൻ പറ്റും? എൻ്റെ ജീവിതം എന്തായിട്ട് തീരും എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ ആകുലപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്നൊരു കാര്യം അവിടുത്തെ കൃപയിലും കരുണയിലും ആശ്രയിക്കുവാനാണ്. സങ്കീർത്തനം 20:7 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. അവർ തകർന്നു വീഴും, എന്നാൽ ഞങ്ങൾ ശിരസ്സുയർത്തി നിൽക്കും. പലപ്പോഴും ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും നമ്മൾ ഈ ഒരു കാര്യം മറന്നു പോകുന്നു. ലോകം മുഴുവനും ആശ്രയം വയ്ക്കുന്നത് വചനം പറയുന്നത് പോലെ കുതിരകളിലും രഥങ്ങളിലും അശ്വശക്തിയിലൊക്കെയാണ്. എന്താണത്? ഈ ലോകം നമുക്ക് തരുന്ന ഗ്യാരണ്ടിയാണ് അതൊക്കെ. ഏറ്റവും കൂടുതൽ കുതിരപ്പടയാളികളുള്ള ഒരാൾ, ഏറ്റവും കൂടുതൽ രഥങ്ങളോടെ യുദ്ധം ചെയ്യുന്ന ഒരാൾ ജയിക്കുമെന്നൊരു ബോധ്യം. അതായത് അവരാശ്രയിക്കുന്നത് തങ്ങളുടെ കഴിവിലും തങ്ങളുടെ ബലത്തിലുമാണ്. എനിക്ക് കൂടുതൽ കുതിരകൾ ഉള്ളത് കൊണ്ട്, കുതിരപ്പടയാളികൾ ഉള്ളത് കൊണ്ട്, രഥങ്ങളുള്ളത് കൊണ്ട് ഈ ജീവിതത്തിൻ്റെ യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ ഞാൻ ജയിക്കുമെന്ന ബോധ്യത്തിൽ യുദ്ധത്തിന് പോകുന്നവർ. ഇതെല്ലാം തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്ന, തിരുവചനങ്ങളിൽ വായിക്കുന്ന പലയിടങ്ങളിലും എല്ലായിടങ്ങളിലും യുദ്ധങ്ങളിൽ
ദൈവം ഇസ്രായേലിന് വിജയം കൊടുക്കുന്നത് കുതിരയെയും കുതിരപ്പടയാളികളെയും രഥങ്ങളെയും നോക്കിയിട്ടല്ല, കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ജനത്തിനാണ് അവിടുന്ന് വിജയം നൽകിയത്. ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾക്കറിയാം. മോശ പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽ ജനം വിജയം വരിച്ചത്, കർത്താവ് തൻ്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം യുദ്ധത്തിന് പോകുമ്പോൾ അവർക്ക് വിജയം നൽകിയത്. എന്നാൽ കർത്താവിനെ മറന്ന് അവർ വാഗ്ദാന പേടകത്തെ മാത്രം ചിന്തിച്ചപ്പോൾ അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടത്. പാപം ചെയ്തിട്ട് അവർ യുദ്ധത്തിന് പോയപ്പോൾ അവർ പരാജയപ്പെട്ടത്. ഗിദെയോനോട് കർത്താവ് പറയുന്നുണ്ട്, നീ ഒത്തിരിയേറെ പടയാളികളെ കൊണ്ട് യുദ്ധത്തിന് പോയാൽ നീ വിചാരിക്കും നിന്റെ കഴിവ് കൊണ്ടാണ് നീ ജയിച്ചതെന്ന്. അതല്ല എന്ന് കാണിച്ചു തരാൻ അവരോട് പറയുകയാണ്, ലക്ഷങ്ങളോളം വരുന്ന പടയാളികൾക്കെതിരെ 300 പേരെയാണ് കർത്താവ് തിരഞ്ഞെടുത്ത് അയക്കുന്നത്. പറയാനുള്ളവരെ, വചനം നമുക്ക് മുൻപിൽ പറഞ്ഞു തരുന്ന കാര്യം എന്താ? എൻ്റെ ദൈവം എനിക്ക് വിജയം തരും. എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കും. എൻ്റെ കർത്താവാണ് എൻ്റെ ഗ്യാരണ്ടി, എൻ്റെ കർത്താവാണ് എൻ്റെ ബലം, അവിടുന്നാണ് എൻ്റെ ആശ്രയം. ഞാൻ നോക്കുന്നത് കുതിരയുടെ നമ്പറുകളിലേക്കല്ല, എനിക്കുള്ള രഥത്തിൻ്റെ ശക്തിയിലേക്കല്ല, ഞാൻ നോക്കുന്നത് എൻ്റെ കർത്താവിലേക്കാണ്. അതുകൊണ്ട് സങ്കീർത്തനം 28 പറയാണ്, അവർ തകർന്നു വീഴും, എന്നാൽ ഞങ്ങൾ ശിരസ്സുയർത്തി നിൽക്കും. ഞങ്ങൾ ശിരസ്സുയർത്തി നിൽക്കും. ചിലപ്പോഴുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നതാ. എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ കാറ്റും കോളും ഉണ്ടായപ്പോൾ ഭയപ്പെട്ടത്? എന്തുകൊണ്ടാണ് തിരമാലകളിൽ വഞ്ചി ആടി ഉലഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടത്? അവർ ആകപ്പാട് ചിന്തിച്ചത്, തങ്ങൾക്ക് ഈ അവസ്ഥയിൽ എന്തു ചെയ്യാൻ പറ്റും? ഈ ഒരു സാഹചര്യത്തിൻ്റെ മേൽ, പ്രകൃതിയുടെ ക്ഷോഭത്തിൻ്റെ മേൽ ഞങ്ങൾക്ക് കൺട്രോൾ ഇല്ലല്ലോ. ഇപ്പോൾ സംഭവിക്കുന്ന ഈ കാര്യങ്ങളെ ഞങ്ങൾ എങ്ങനെ നേരിടും? ഞങ്ങൾക്ക് പവറില്ലല്ലോ, ഞങ്ങൾക്ക് കഴിവില്ലല്ലോ. അവരെല്ലാം നോക്കിയത് തങ്ങളുടെ കഴിവിലേക്കും തങ്ങൾക്കുള്ള സാമർഥ്യത്തിലേക്കുമാണ്. ലോകം നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് പ്രിയമുള്ളവരെ? നമ്മളുടെ ഈ ലോകം നമുക്ക് തരുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് ജീവിതത്തെ നേരിടാനാണ്. അപ്പോഴാണ് പലപ്പോഴും നമ്മൾ ആകുലപ്പെടുന്നതും അസ്വസ്ഥപ്പെടുന്നതും. ദൈവമേ, ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ വേണ്ട കഴിവെനിക്കില്ലല്ലോ, സമ്പാദ്യം എനിക്കില്ലല്ലോ, ഈ ഒരു പ്രശ്നത്തിൽ ഇതിനെ നേരിടാൻ, ഇതിനെ അതിജീവിക്കാൻ തക്കവണ്ണം സമ്പത്ത് എനിക്കില്ലല്ലോ, കോണ്ടാക്റ്റുകൾ എനിക്കില്ലല്ലോ, സ്വാധീനം എനിക്കില്ലല്ലോ, സൗന്ദര്യം എനിക്കില്ലല്ലോ, അംഗബലം എനിക്കില്ലല്ലോ. ഇങ്ങനെ നമ്മളുടെ കൈവശമുള്ളതും നമുക്ക് പറ്റുന്നതും കഴിയുന്നതുമായ കാര്യങ്ങളിലേക്ക് മാത്രം ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, എല്ലാത്തിൻ്റെയും മേലെ അധികാരമുള്ളവനും ഒരുവനെ ഒരു നിമിഷം കൊണ്ട് ജീവിതത്തിലെ സമ്പന്നനോ ദരിദ്രനോ ആക്കാൻ സാധിക്കുമെന്ന് വചനം പറയുന്നതുമായ ദൈവത്തിലേക്കാണ് നമ്മൾ നോക്കാതെ പോകുന്നത്. ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഇതിനെല്ലാം വിട്ടുകൊടുത്തിട്ട്, കർത്താവേ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാനിതെല്ലാം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാണ്, നീ എന്നെ ഏറ്റെടുക്കണമേ എന്ന് കർത്താവിനോട് പറയാൻ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നമ്മളിങ്ങനെ തകർന്നും തളർന്നും പോകുന്നത്. മക്കബായരുടെ 2-ാം പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നു, അവൻ വീണ്ടും പറഞ്ഞു, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ദൈവം തങ്ങളുടെ പൂർവികരെ തുണച്ച സന്ദർഭങ്ങളെയും യൂദാസ് പരാമർശിച്ചു. യൂദാസ് മക്കബീയൂസ് തൻ്റെ ജനങ്ങളോട് പറയുന്നൊരു കാര്യം ഇതാണ്: തങ്ങൾക്കെതിരെ നിൽക്കുന്ന സൈന്യം ഭയങ്കര വലുതാകുമ്പോഴും, തങ്ങൾക്ക് വേണ്ടത്ര ആയുധങ്ങളില്ല, അംഗബലമില്ല, തോൽവി മുന്നിൽ കാണുമ്പോഴും യൂദാസ് മക്കബീയൂസ് പറയുന്നത് എന്താ? അവരെല്ലാവരും ആശ്രയിക്കുന്നത് ആയുധബലത്തിലും സാഹസകൃത്യങ്ങളിലുമാണ്, അവരുടെ കഴിവിലാണ്, സ്കില്ലിലാണ്. എന്നാലോ തൻ്റെ ഒരു ചെറിയ വിരലിൻ്റെ അനക്കം കൊണ്ടുപോലും ലോകം മുഴുവനെയും തറപറ്റിക്കാൻ കഴിയുന്ന ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്തീയ വിശ്വാസിക്കുണ്ടാകേണ്ട ധൈര്യത്തിൻ്റെ അടിത്തറ അതാണ്. ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാവില്ലയോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എനിക്ക് വേണ്ടത്ര കഴിവുള്ളതുകൊണ്ട് എനിക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് വേണ്ടത്ര സാമർഥ്യമില്ലാത്തത് കൊണ്ട് എന്നെ കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ എന്നാരും ചിന്തിക്കുന്നില്ല. പിന്നെയോ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ എന്നെ കൊണ്ടിത് സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കിത് സാധിക്കും. എൻ്റെ ദൈവമാണ് എൻ്റെ ബലം. അവിടുന്ന് എനിക്ക് നന്മയ്ക്കായിട്ടുള്ളതെല്ലാം ഒരുക്കിയിരിക്കുന്നു. എൻ്റെ നന്മയ്ക്കുള്ളതല്ലേ, അത് ദൈവം എനിക്ക് അനുവദിക്കില്ല. ഇതെൻ്റെ നന്മയ്ക്കുള്ളതാണോ, എൻ്റെ ദൈവം അതെനിക്ക് തരും. എൻ്റെ ദൈവത്തിലോട്ടാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് യൂദാസ് മക്കബീയൂസ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താ? തങ്ങളുടെ പൂർവികരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഈ വചനം വായിക്കുമ്പോഴും പ്രിയമുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതങ്ങൾ കാണുമ്പോഴും നമുക്കറിയാം, ഈ ലോകത്തിൽ
ജയിച്ചു നിൽക്കാൻ വേണ്ടത്ര അധികാരമോ പവറോ കഴിവോ ഒന്നും നമുക്കില്ല. സ്വന്തം കഴിവിൽ ആശ്രയിക്കുന്ന ഈയാമ്പറ്റകളെ പോലെ നാളെ എല്ലാവരും തകർന്നു വീഴും. പക്ഷേ ദൈവത്തെ മുറുകെ പിടിച്ച് നിൽക്കുന്നവൻ എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നേറും. കർത്താവിൽ ആശ്രയിക്കുന്നവൻ എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നേറും. കർത്താവിൻ്റെ കാരുണ്യം നമുക്ക് തരുന്ന വലിയൊരു ഉറപ്പാണ്. അതല്ലെങ്കിൽ നമ്മളോട് കരുണ കാണിക്കേണ്ട ഒരു ആവശ്യവും കർത്താവിനില്ല. ഈ ലോകം പറയും, നീ എങ്ങനെയോ ജനിച്ചു. എൻ്റെ ജനനം തന്നെ ഒരു പക്ഷേ ആകസ്മികമായിരിക്കാം, ആക്സിഡൻ്റലായിരിക്കാം. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളും ചിന്തിക്കും, ഞാൻ അറിയാതെ ജനിച്ചതാണെങ്കിൽ, ആർക്കോ വേണ്ടി ആർക്കോ വേണ്ടാതെ ജനിച്ചതാണെങ്കിൽ, ആക്സിഡൻ്റലായിട്ട് ജനിച്ചതാണെങ്കിൽ എൻ്റെ മരണവും ആക്സിഡൻ്റലാകാം. ഞാൻ മരിക്കണത് എന്തിനോ വേണ്ടി ജീവിക്കുന്നു, ഞാൻ എന്തിനോ വേണ്ടി മരിക്കും, എപ്പോൾ മരിച്ചാൽ എന്നാ. എന്നാൽ ദൈവം എന്നെ നോക്കി പറയുന്നു, നിന്റെ ജനനം യാദൃശ്ചികമോ ആകസ്മികമോ അല്ല. അതിനാൽ തന്നെ നിന്റെ മരണവും ആകസ്മികമല്ല. ഇതിനിടയിലുള്ള നിന്റെ ജീവിതമാണ് ദൈവത്തെ മഹത്വപ്പെടുത്താനും നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാനും ദൈവം നിനക്ക് തരുന്ന ഏറ്റവും വലിയ അവസരവും സാഹചര്യവുമെല്ലാം. അതിനാൽ ഈ ജീവിതത്തിൽ ഞാൻ അർഹിക്കുന്നതിലും അധികം സ്നേഹം എനിക്ക് തന്ന്, ചോദിച്ചതിലും അധികം കൃപ തന്ന് ദൈവം എന്നെ പരിപാലിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി എനിക്ക് പറയാൻ പറ്റണം, ഞാൻ ആശ്രയിക്കുന്നത് എന്നിലല്ല, എൻ്റെ ദൈവത്തിലാണ്. ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് നമ്മളും ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയണം, എൻ്റെ കഴിവിനാലല്ല, എൻ്റെ ദൈവത്താലാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്. എൻ്റെ നേട്ടങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നടക്കുന്ന ഓരോ വഴികളും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തരുമെന്ന വിശ്വാസം. പ്രിയമുള്ളവരെ, എല്ലാം അറിഞ്ഞതിന് ശേഷമല്ലല്ലോ ഒരാൾ വിശ്വസിക്കേണ്ടത്, എല്ലാം അറിഞ്ഞതിന് ശേഷമുള്ളത് അറിവാണ്. എന്നാൽ എൻ്റെ മുൻപിൽ ഇരുട്ടായിരിക്കുമ്പോഴും, എൻ്റെ മുൻപിൽ നടക്കേണ്ട പാത ഏതാണെന്ന് എനിക്ക് അറിയാത്തപ്പോഴും എൻ്റെ വിശ്വാസം എന്താണ്? എൻ്റെ ദൈവം ഏത് ചെങ്കടലിന് നടുവിലും എനിക്ക് വേണ്ടി വഴിയൊരുക്കും. മുന്നിൽ കടലും പിന്നിൽ സൈന്യവും നിൽക്കുമ്പോഴും എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ മാത്രം മതി, ദൈവം നിന്നെ മറുകരയെത്തിക്കും. ഈ ഗാനത്തിൻ്റെ വരികളോട് ചേർന്ന് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി നമുക്കും പാടി പ്രാർത്ഥിക്കാം.